ഫസ്റ്റ് അപ്ഡേറ്റ് മഹേഷ് സാർ തരികയാണ്. അല്ലെ നിങ്ങൾ നോക്കിയോ, ഇന്ന് ആഗസ്റ്റ് 5-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ആണോ? ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. മഹേഷ് സാർ പറയുന്നു ഫസ്റ്റ് അപ്ഡേറ്റ് വിലയിൽ നിന്ന് അറിഞ്ഞതിന്റെ കൂടെ അടിസ്ഥാനം ചേർത്ത് ഞാൻ പറയുന്നു, ഒന്നെങ്കിൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തോടടുപ്പിച്ച് എക്സാം നടക്കുമെന്നാണ് ഞാൻ പറയുന്നത്. 18 മുതൽ 36 ആയിരുന്നു. ആണോ? ഇപ്പൊ ഏജിന്റെ മാറ്റം വന്നിട്ടുണ്ട്. 18 മുതൽ 40 വയസ്സായ ഏതൊരു വ്യക്തിക്കും അപ്ലൈ ചെയ്യാം. കേൾക്കണം, 18 മുതൽ 40 വയസ്സായ ഏതൊരു വ്യക്തിക്കും ഇതെന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും i+ ട്രെയിനിങ് സൊല്യൂഷനിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇന്ന് എന്താണ് പ്രധാനപ്പെട്ട കാര്യവുമായിട്ട് സാറ് വന്നിരിക്കുന്നത്? വേറൊന്നുമല്ല, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നമ്മൾ ഏവരും അറിഞ്ഞു കാണും. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ഷൻ നോട്ടിഫിക്കേഷൻ 1 മാസം മുന്നേ വന്നില്ലയോ, താങ്കൾ എന്ത് പറയാനാണ് വന്നിരിക്കുന്നത്? വേറൊന്നുമല്ല, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ജൂലൈ 30, 31 ഉണ്ട്, പിന്നെ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൂടെ. എന്ന് വെച്ചാൽ ആഗസ്റ്റ് 5-ാം തീയതി മാത്രം അല്ലെങ്കിൽ ആഗസ്റ്റ് 5 വരെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യും. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ എല്ലാം അറിഞ്ഞോ? അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് സംശയങ്ങൾ നിരന്തരം എന്നോട് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുക. സാറേ, ഒന്നാമത്തെ ചോദ്യം ഇതാ, സാർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇങ്ങനെയാണ് ആ ഒരു നോട്ടിഫിക്കേഷനകത്ത് കിടക്കുന്നത്. എന്ന് വെച്ചാൽ അത് 3 ജോലിയാണോ? ഇതിന്റെ സാലറി സ്കെയിൽ ഒന്നാണോ? ഇത് ഞങ്ങൾക്ക് കിട്ടിയാൽ എവിടാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്? ഞങ്ങൾക്ക് സാലറി എത്ര കിട്ടും? ഇങ്ങനെയുള്ള നിരന്തരം ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. എബൌട്ട് ദ പോസ്റ്റ്. അപ്പൊ ഇന്ന് ഞാൻ പ്രധാനമായും വിശദീകരിക്കുന്നത്, ഒന്ന്, സാലറി ആൻഡ് ബെനിഫിറ്റ്സ്. ആ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഈ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ആൻഡ് ബെനിഫിറ്റ്, സാലറി എത്രയാണ്, അതുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആണല്ലോ. രണ്ടാമത്, ജോബ് പോസ്റ്റിംഗ്. ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടാണ് പോസ്റ്റിംഗ് കിട്ടുന്നത്? എനിക്ക് അനുകൂലമായ സാഹചര്യം ഉള്ളിടത്താണോ, അല്ലെ എന്റെ വീടിന്റെ അടുത്താണോ, അതോ വേറെ ജില്ലകളിലാണോ? അതാ പറഞ്ഞ ജോബ് പോസ്റ്റിംഗ് എവിടാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ഏതാണ്? അടുത്തത്, എക്സാം ഡേറ്റ് ആൻഡ് വാട്ട്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് വന്നേക്കുകയാണ്, തുടങ്ങാൻ പോവുകയാണ്. ശരി, അപ്പൊ ഒന്നാമത് പറയുന്നത്, നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം ഇതാ. സാറേ, നമ്മുടെ ഇതാണ്ട് ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനാ. ആ നോട്ടിഫിക്കേഷൻ എന്താണ് പറഞ്ഞേ? നെയിം ഓഫ് പോസ്റ്റ്. ആ നെയിം ഓഫ് പോസ്റ്റിന് ഇവിടെ പറഞ്ഞേ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 3 ജോലിയാണോ? അത് ഒറ്റ ജോലിയാണോ? ഇതിന് 3 പരീക്ഷയാണോ? അത് റാങ്ക് ലിസ്റ്റ് ഉയർച്ചയിലുള്ളവർക്കാണ് ഈ ജോലി കിട്ടുന്നത്, അല്ല താഴെയുള്ളവർക്കാണ് ഈ ജോലി കിട്ടുന്നത്? അങ്ങനെ 100,000 സംശയങ്ങളാണ് കമന്റിനകത്ത് വരുന്നത്, നമ്മൾ വിളിച്ചും ചോദിക്കുന്നത്. അപ്പൊ ഇനി ചോദിക്കരുത്, അതിനെക്കുറിച്ച് വ്യക്തമായി പറയാൻ പോവുകയാണേ. ഒന്നാമത്, നമ്മൾ ഈ പരീക്ഷ എഴുതി കയറുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ളത് ഒന്ന് ജൂനിയർ ടെക്നിക്കൽ സ്കൂളുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗത്തുകളായി ജൂനിയർ ടെക്നിക്കൽ സ്കൂളുണ്ട്, ഉണ്ടല്ലോ. ശരി, പോളിടെക്നിക് കോളേജ് ഉണ്ട്. നമുക്കറിയാം, പലയിടത്തും പോളിടെക്നിക്കൽ കോളേജ് ഉണ്ട്. അടുത്ത എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഉണ്ടല്ലോ. ഈ ടെസ്റ്റ് എഴുതി എനിക്ക് ജൂനിയർ ടെക്നിക്കൽ സ്കൂളിലാണ് നിയമനം കിട്ടുന്നതെങ്കിൽ ആ ഒരു പോസ്റ്റിനെ പറയുന്ന പേരെന്താ? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയും. ഞാൻ പരീക്ഷ എഴുതി ജോലിയിൽ കയറി. ആ ജോലിയിൽ കയറിയത് ഒരു ജൂനിയർ ടെക്നിക്കൽ സ്കൂളിലാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയും. ആണല്ലോ. ശരി, അടുത്തത്, ഞാൻ പരീക്ഷ എഴുതി ഒരു പോളിടെക്നിക്കൽ കോളേജിലാക്കി ഇറങ്ങിയെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? ഡെമോൺസ്ട്രേറ്റർ എന്നാ പിന്നെ ഞാൻ അറിയപ്പെടുന്നത്. ആണല്ലോ. അടുത്തത്, ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാക്കി ഇറങ്ങുന്നെങ്കിൽ അതിനെ പറയുന്ന പേര് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2. ഒന്നാമത് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ? നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്? ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണല്ലോ. അതിന്റെ കീഴിൽ വരുന്നതാണ് ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ ഉണ്ട്, പോളിടെക്നിക്കൽ കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഞാൻ ഈ പരീക്ഷ എഴുതി എനിക്ക് ജൂനിയർ സ്കൂളിലാണ് കിട്ടുന്നെങ്കിൽ ഞാൻ അറിയപ്പെടുന്ന പേരെന്താ? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. പോളിടെക്നിക്കിലാണെങ്കിൽ അതാ ഡെമോൺസ്ട്രേറ്റർ. എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇൻസ്ട്രക്ടർ എന്നീ പേരുകൾ അറിയപ്പെടും. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ശരി, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത പറയുന്നതാ ഇത് ഗസറ്റ് ഡേറ്റ് എന്ന് വെച്ചാൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്നാന്ന് വെച്ചാൽ നിങ്ങൾ അപ്പടി പറഞ്ഞ 30/6/2026
ഏകദേശം ഇന്ന് 30 കൃത്യം 1 മാസമാവുന്നു. ഓക്കെ ആണോ? അപ്പൊ എന്നാ വന്നത് വിജ്ഞാപനം? 30/6/2026 ലാസ്റ്റ് ഡേറ്റ്. ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണേ, ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ. എന്താ പറഞ്ഞേ? ആഗസ്റ്റ് 5 പറഞ്ഞേക്കുന്നത്. 5/8/2026 ആഗസ്റ്റ് 5 ആണോ? എടുത്ത് ശ്രദ്ധിക്കണം. ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? 5. ഈ വീഡിയോ കാണുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഗുണം, കാരണം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിയാറായി. ഇനി എത്ര ദിവസം കൊണ്ട്? 5. ഞാനൊരു കാര്യം പറയുകയാണ്, 5-ാം തീയതി ചെയ്യാം, 4-ാം തീയതി ചെയ്യാം, 3-ാം തീയതി ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ ഹാങ് ആവും, സൈറ്റ് ബിസി ആവും. ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ നല്ലൊരു സുവർണ അവസരം ഇല്ലാതായി കളയരുത്. പറ്റുമെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇപ്പം തന്നെ അടുത്തുള്ള അക്ഷയയിലോ എവിടോ എനിക്കറിയത്തില്ല, എവിടെങ്കിലും പോയി നിങ്ങൾ എന്ത് ചെയ്യണം? കയ്യോടെ ചെയ്യണം. ദൈവത്തെ ഓർത്ത് മാറ്റി വെക്കരുതേ. ശരി, അവർ പറഞ്ഞേ ഡേറ്റ് വന്നത് 30/6/2026. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ 5/8/2026. മാക്സിമം ഇനി എന്ന് വരെ പറ്റുമോ? 5-ാം തീയതി വരെ പറ്റത്തുള്ളൂ. ആണോ? 5 ദിവസം കൂടെ, 5 ദിവസം കൂടെ ആണല്ലോ. ശരി, അവര് പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ഏതാ? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞു ഇതാരാ പരീക്ഷ നടത്തുന്നേ? ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമാകാനുള്ളൊരു പരീക്ഷയാ ആണല്ലോ. ശരി, അടുത്തതാ നെയിം ഓഫ് പോസ്റ്റ്. ഞാൻ പറഞ്ഞു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് വെച്ചാൽ എന്താ? ഒരു ജൂനിയർ ടെക്നിക്കൽ സ്കൂളിൽ കയറി ഞാൻ അതിനെ പറയുന്ന പേര് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. അതിനുശേഷം പറഞ്ഞ ഏതാ? ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്നീ പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ പോസ്റ്റിലും അറിയപ്പെടുന്നത്. അപ്പൊ അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചു, സാറേ എനിക്ക് ഏതാണ്ടേ ഒരു ജൂനിയർ ടെക്നിക്കൽ സ്കൂളിൽ ജോലി കിട്ടി ആണല്ലോ, എനിക്ക് ഇങ്ങോട്ട് പോളിടെക്നിക്കിലോട് മാറാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മാറാൻ പറ്റും. മാറാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ മാറി പല സ്കൂളിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറാനായിട്ട് ഇത് പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ജൂനിയർ ടെക്നിക്കൽ സ്കൂളിൽ ജോയിൻ ചെയ്താലും പോളിടെക്നിക്കൽ കോളേജിൽ ജോയിൻ ചെയ്താലും ഇനി എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്താലും ശമ്പളം എല്ലാം ഒരേപോലെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ വിചാരിക്കുക, ഞാൻ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ആയി എഞ്ചിനീയറിംഗ് കോളേജിൽ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. പക്ഷേ സാലറി അവിടെ കിട്ടിയത് തന്നെ ഇവിടെയും കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു ഗുണിതെന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത് അറിഞ്ഞിരിക്കുക. അടുത്ത സ്കെയിൽ ഓഫ് പേ. അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആണോ? നമ്മളെല്ലാം മെയിനായിട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടിയാ, നമ്മുടെ ബേസിക് നീഡ് ആവശ്യങ്ങൾ നിറവേറാനാണ്. അതിന് എന്ത് വേണം? പൈസ വേണം ആണോ? അതുള്ളത് തന്നെ. അപ്പൊ ഒന്നാമത് ഇതിന്റെ സ്കെയിൽ പേ എത്രയാന്ന് ചോദിച്ചാൽ 41,300 തൊട്ട് എത്ര പറഞ്ഞിരിക്കുന്നത്? 87,000 രൂപ വരെയാണ് ആണോ? 40 തൊട്ട് 80 രൂപയ്ക്ക് ഇടയ്ക്കാണ് ഇതിന്റെ സ്കെയിൽ പേയിൽ പറഞ്ഞേ. നമ്പർ ഓഫ് വേക്കൻസി, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് വെച്ചാൽ നിലവിൽ വേക്കൻസി എത്രയാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നല്ലൊരു വേക്കൻസി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം അടുത്ത സ്ലൈഡിനകത്ത്. ഓക്കെ ആണോ? ശരി, ഇനി അടുത്ത് പറഞ്ഞേക്കുന്നതാ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏതിന് കീഴിലുള്ള? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സ്കെയിൽ ഓഫ് പേ ആണോ? നമുക്ക് കിട്ടുന്ന സാലറി എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ എത്ര? 41,000 മുതൽ 87,000 രൂപ വരെ. ആലോചിച്ച് നോക്കിയേ, 41,000 മുതൽ 87,000 വരെ ഇടയ്ക്കാണ് പൈസ നമുക്ക് ഇത് സാലറി കിട്ടുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 18 മുതൽ 40 വയസ്സ് വരെ. നമുക്കറിയാം 18 മുതൽ 36 ആയിരുന്നു ആണോ? ഇപ്പൊ ഏജിന്റെ മാറ്റം വന്നിട്ടുണ്ട്. 18 മുതൽ 40 വയസ്സായ ഏതൊരു വ്യക്തിക്കും അപ്ലൈ ചെയ്യാം. കേൾക്കണം, 18 മുതൽ 40 വയസ്സായ ഏതൊരു വ്യക്തിക്കും ഇതെന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ എന്നോ? ആ ഏജിന്റെ കാര്യം പറഞ്ഞ് മാറിപ്പോകരുത്, ഡേറ്റ് മാറിപ്പോകരുത്, ഏജ് മാറിപ്പോകരുത്. അല്ലെ ഇനി പഴയ ചിന്തയിൽ വെച്ച് നോക്കുക, എനിക്ക് 39 വയസ്സായി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരുന്നാൽ വലിയൊരു നഷ്ടമായിരിക്കും. ഓക്കെ എന്നോ? അടുത്ത പറഞ്ഞേക്കുന്നതാ ഡിപ്പാർട്ട്മെന്റ് ആണോ? എടാ നമുക്ക് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ അടിസ്ഥാന യോഗ്യത ഏതാന്ന് വെച്ചാൽ അപ്പോഴേ ഡിപ്ലോമ, ഒരു 3 വർഷത്തെ ഡിപ്ലോമയുള്ള ആർക്കും എന്ത് ചെയ്യാം? ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ഡിപ്ലോമ ആണോ? അപ്പൊ ചോദിക്കും, സാറേ ഡിപ്ലോമയാ ക്വാളിഫിക്കേഷൻ പറഞ്ഞേ, ഞാൻ ബിടെക്കാ, അതിനേക്കാൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടോ, എനിക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. അതാ പറഞ്ഞ യെസ്, ബിടെക് ഗ്രാജുവേറ്റ് ക്യാൻ ബി അപ്ലൈ. പക്ഷെ എന്താ? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലാണിക്കണം ബിരുദം, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം, ഡിപ്ലോമ അടിസ്ഥാന യോഗ്യത പറഞ്ഞേ, ഡിപ്ലോമയുള്ള ഒരു വ്യക്തിക്കും എഞ്ചിനീയറിംഗ് ബിടെക് ഉള്ള ഒരു വ്യക്തിക്കും, പക്ഷെ ഏതിലായിരിക്കണം? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ച 3 വർഷം ഡിപ്ലോമ ആയാലോ 4 വർഷം എഞ്ചിനീയറിംഗ് ഉള്ള വ്യക്തി ആയാലോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെ ഉയർന്ന യോഗ്യത എന്നുള്ളതിന്റെ പേരിൽ, അടിസ്ഥാനപരമായ യോഗ്യത കൂടിപ്പോയെന്നതിന്റെ പേരിൽ അവരെ ഒരു കാരണം വെച്ചാലും മാറ്റി നിർത്തത്തില്ല. ഓക്കെ ആണോ? ശരി, അടുത്ത പറഞ്ഞേ. അതിനു മുമ്പ് ഞാൻ ഒരു കമ്പാരിസൺ നടത്തുകയാണ്, ഇനിയുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ ആണല്ലോ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 5-ാം തീയതി ആകുമ്പോഴത്തേന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റിന്റെ സമയം കഴിയും. അപ്പൊ ഞാനൊരു മുൻവർഷത്തെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പോവാം. അവസാനമായിട്ട് ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ പരീക്ഷ വിളിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 31/12/2022 ആണ്. ഇപ്പൊ 2026, 4 വർഷത്തോളം ആവുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായ?
ഇനി അടുത്തത് ദ ഇന്റർവ്യൂ മാർച്ച് 24, സോറി ഒരു മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, ഗസറ്റ് നോട്ടിഫിക്കേഷൻ അവസാനമായിട്ട് എന്നാ വിളിച്ചത്? 2022. ഈ കാര്യം നിങ്ങൾ ഓർത്തോണം, ഇനിയുള്ളത് ശ്രദ്ധിക്കണം. ആണല്ലോ, ഏതാ പറഞ്ഞ 2022 വിളിച്ചേ. ഏത് മാസം? 12-ാം മാസം, ഡിസംബർ. നോക്കിയേ, PSC എക്സാം നടന്നത് ഏതാ? 2023 6-ാം മാസം. ഈ 12-ാം മാസത്തിൽ നിന്ന് 6-ാം മാസം. അപ്പൊ ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ പരീക്ഷ നടത്താൻ എത്ര മാസം എടുത്തു? 6 മാസം കൊണ്ട് പരീക്ഷ നടന്നു. ആണോ? അങ്ങനെ ചിന്തിക്കാന്നേ. ഫസ്റ്റ് അപ്ഡേറ്റ് മഹേഷ് സാർ തരികയാണ്. അല്ലെ, നിങ്ങൾ നോക്കിയോ, ഇന്ന് ആഗസ്റ്റ് 5-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ആണോ? ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. മഹേഷ് സാർ പറയുന്നു ഫസ്റ്റ് അപ്ഡേറ്റ് വെളിയിൽ നിന്ന് അറിഞ്ഞതിന്റെ കൂടെ അടിസ്ഥാനം ചേർത്ത് ഞാൻ പറയുന്നു, ഒന്നെങ്കിൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തോടടുപ്പിച്ച് എക്സാം നടക്കുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ? മുൻ വർഷങ്ങളുമായിട്ട് നമ്മൾ അങ്ങനെ പഠിക്കാവൂ. മുൻ വർഷവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ഏകദേശം 6 മാസം. അങ്ങനെയാണെങ്കിൽ ആഗസ്റ്റ് 5-ന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയാ. ആഗസ്റ്റ് കഴിഞ്ഞതാ? ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ആണോ? മാക്സിമം ഫെബ്രുവരി അറേഞ്ച് ഇടുവോ? എങ്കിലും നമ്മൾ പറയണം ജനുവരി അല്ലെ ഫെബ്രുവരി. അപ്പൊ നമ്മുടെ പഠന ടൈം ടേബിൾ 6 മാസം എന്ന് പറഞ്ഞ് പഠിക്കണം. ഓക്കെ ആണോ? 6 മാസം എന്ന രീതി എടുത്ത 6 മാസത്തെ ഡിവൈഡ് ചെയ്ത് ആ സിലബസ് 10 മോഡ്യൂളുണ്ട്. 6 മാസത്തെ 10 മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്ത് നല്ല വൃത്തിക്ക് പഠിക്കാൻ തുടങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആണോ? ശരി. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഒരു PPT എടുത്തത്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത 18/12/2023 ലാസ്റ്റ്. മോനെ ഏറ്റവും വലിയ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം അവസാനം പരീക്ഷ നടത്തിയതാ 2023. 22 നോട്ടിഫിക്കേഷൻ വന്നു, 23 പരീക്ഷ വന്നു. ആണല്ലോ, അന്നത്തെ കട്ട് ഓഫ് എത്താന്ന് ചോദിച്ചാൽ 53 മാർക്ക്, 53.67, 54 കൂട്ടിക്കോ. ആണല്ലോ, എന്ന് വെച്ചാൽ ആ 100 മാർക്കിന്റെ ക്വസ്റ്റിനകത്ത് 54 മാർക്ക് വാങ്ങിച്ച വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? ആ ജോലിയിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞേ. ആണല്ലോ, അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ ഞാൻ പറയുകയാണെ, നമ്മുടെ ഇതിനകത്ത് മൊത്തം 10 മോഡ്യൂളുണ്ട്. എത്ര മോഡ്യൂളുണ്ട്? 10 മോഡ്യൂൾ. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ സിലബസ് ഉണ്ട്. ആ സിലബസ് അനാലിസിസ് നമ്മൾ പിന്നെ ചെയ്യും. അതിനകത്ത് 10 മോഡ്യൂളുണ്ട്. ഒരു മോഡ്യൂളിന് 10 മാർക്കാ. 10 മോഡ്യൂളുണ്ട്. ഒരു മോഡ്യൂളിൽ എത്ര? 10. എന്ന് വെച്ചാൽ ഒരു മോഡ്യൂളിൽ നിന്ന് 5 മാർക്ക് വാങ്ങിച്ചാലും 10 മോഡ്യൂളിൽ എത്ര? 50 മാർക്ക്. ഏകദേശം നമ്മൾ സേഫിലേക്ക് എത്താമെന്നാ പറഞ്ഞു. അതെല്ലാം പിന്നെ സിലബസ് അനാലിസിസിനകത്ത് പറഞ്ഞുതരാം. ഓക്കെ ആണോ? അപ്പൊ കഴിഞ്ഞ വർഷത്തെ അവസാനം നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് എത്ര? 53.67 ആണല്ലോ. അവസാനം ഇന്റർവ്യൂ നടന്നേതാ? 24. ഒരു കാര്യം എടുത്തു പറയാം, ഇതൊരു കോളേജിലേക്കുള്ള ജോലിയാ, ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ജോലിയാ, ഒരു സ്കൂളിലേക്കുള്ള ജോലിയാ. ആണോ? അപ്പൊ അതിൻ്റെതായ രീതിയിൽ പരീക്ഷ എഴുതി ലിസ്റ്റിൽ വീണാൽ അതിന്റെ കൂടെ ഒരു സാധനം കൊണ്ട് ഇന്റർവ്യൂ. എന്താ ഉള്ളേ? ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ കൂടെ പാസ്സായതിനു ശേഷമേ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ലാസ്റ്റ് പബ്ലിഷ് ചെയ്തേതാ? 2024 15-ാം മാസം. ഓക്കെ എന്നാ, ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. ഇനി അടുത്തത്, കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് സ്റ്റാറ്റസ് എത്ര പേരെ അഡ്വൈസ് വന്നിട്ടുണ്ട്? 88 പേർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 വർഷം കൊണ്ട് ആ 88 പേര്, ഞാൻ ഈ കയ്യും കൊണ്ട് വരയ്ക്കുന്നതിൽ ഉൾപ്പെട്ട 88 പേര് ഇന്ന് പല എഞ്ചിനീയറിംഗ് കോളേജിലും പല പോളിടെക്നിക്കിലും പല സ്കൂളുകളിലും ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ 88 ഞാൻ കയ്യും കൊണ്ട് വരയ്ക്കുമ്പോൾ ഒരു നിസ്സാരമാ. ആ 88 പേര് കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ട് ഇന്ന് കോളേജുകളിൽ ജോലി ചെയ്യുകയാണ്. ആണല്ലോ, നമ്മൾ പറഞ്ഞ സാലറി സ്കെയിൽ എത്ര? 40,000 മുതൽ 80,000 വരെ സാലറി വാങ്ങിച്ച് ജോലി ചെയ്യുകയാണ്. അടുത്ത പ്രാവശ്യം ഞാൻ ഇതേപോലെ വിവരിക്കുന്ന സമയത്ത് അന്ന് നിങ്ങളൊരു ഗവൺമെന്റ് സർവീസിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കോളേജിൽ ഒരു അധ്യാപകരായി നിൽക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ആണോ? ശരി. അതിനുശേഷം ഇതെല്ലാം നമ്മുടെ i+ലൂടെ നല്ല വിജയം കൈവരിച്ച റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? ശരി. അടുത്ത പ്രാവശ്യം ഞാൻ ഈ PPT ചെയ്യുമ്പോൾ, ഈ എക്സാമിന് PPT ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ ഒരു ഭാഗ്യമുണ്ടാകട്ടെ. ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ്, അവസാന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ആഗസ്റ്റ് 5. മാറ്റിവെക്കരുത്. പരമാവധി ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് തന്നെ പോയി എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ സൈറ്റ് ഹാങ് ആവും, ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും വളരെയധികം. അല്ലെങ്കിൽ നമ്മൾ ഇനി 3 വർഷം കാത്തിരിക്കേണ്ടി വരും. ഓക്കെ ആണോ? അപ്പൊ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? PSC ആ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. താങ്ക് യു.